അനുനയങ്ങൾക്ക് വഴങ്ങാതെ പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കെ മുരളീധരൻ. മത്സരിക്കാനോ പാർട്ടി നേതൃസ്ഥാനത്തേക്കോ ഇല്ലെന്നും കെ മുരളീധരൻ ഇന്നും ആവർത്തിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തൃശൂരിലെ പരാജയത്തിനു കാരണക്കാർ ആരൊക്കെയെന്നറിയാമെങ്കിലും പരാതിയില്ലെന്നും നടപടി വേണ്ടെന്നുമായിരുന്നു മുരളീധരന്റെ നിലപാട്. എന്നാൽ ദേശീയ നേതാക്കളോട് കെ മുരളീധരൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് ഇന്നത്തെ മുരളീധരന്റെ പ്രതികരണം വെളിവാക്കുന്നത്. പൊതുരംഗത്തേക്ക് തൽക്കാലമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാകും. ആർക്കെതിരെയും പരാതി നൽകാനില്ല. അന്വേഷണം ആവശ്യപ്പെടുന്നില്ല. അന്വേഷണം നടന്നാൽ പാർട്ടിയിലെ ക്രമസമാധാനം തകരുമെന്ന നിലപാടായിരുന്നു കെ മുരളീധരൻ കൈക്കൊണ്ടത്. വികാരപ്പെടണം, അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും. അത് തീർന്നു. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പിലൊക്കെ ആരൊക്കെ കള്ളക്കളി കളിച്ചതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. വടകരയിൽ നിന്ന് മാറേണ്ടതില്ലായിരുന്നു എന്ന ചിന്ത കെ മുരളീധരൻ ഇന്നും ആവർത്തിച്ചു. ഞാൻ ഒരാൾക്കെതിരായിട്ട് അത് കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്കെതിരായിട്ട് ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പരാതി ഇട്ട് പറയൂല. ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറി നിൽക്കുക. തൃശൂരിൽ ആരും വോട്ട് മറിച്ചിട്ടില്ല. പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായതാണ് പരാജയ കാരണമെന്നും മുരളീധരൻ പറഞ്ഞു. തോൽവി അന്വേഷിക്കാൻ കമ്മീഷൻ വേണ്ട. അത് പ്രശ്നം കൂടുതൽ വഷളാക്കും. അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ല എന്ന് കൂട്ടിച്ചേർക്കാനും മുരളീധരൻ മറന്നില്ല. എൻ്റെ അഭിപ്രായം, ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ്റെ ആവശ്യമില്ല. അന്വേഷണ കമ്മീഷൻ വന്നാൽ വീണ്ടും സംഘർഷം ഉണ്ടാവും. തെളിവെടുക്കാൻ കമ്മീഷൻ വരുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വഴക്കുണ്ടാവും. അത് സംഘടനയ്ക്ക് നല്ലതല്ല. മാത്രമല്ല, അന്വേഷണം നടത്തിയോണ്ട് ഒരു കാര്യവുമില്ല. അതേസമയം തൃശൂരിലെ കനത്ത പരാജയത്തിൽ ഉത്തരവാദികൾക്കെതിരെ കെ മുരളീധരൻ നടപടി ആവശ്യപ്പെട്ടതായാണ് സൂചന. ടി.എൻ. പ്രതാപൻ, അനിൽ അക്കര, MP വിൻസെന്റ്, ജോസ് വള്ളൂർ തുടങ്ങിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. AICC നേതാക്കളായ KC വേണുഗോപാൽ, ദീപ്ദാസ് മുൻഷി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരുമായി മുരളീധരൻ ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ട്. അടിയന്തരമായി നടപടിയെടുത്തില്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുമെന്ന നിലപാടും മുരളി കൈക്കൊണ്ടതായും സൂചനയുണ്ട്.